So, next is Cahn-Ingold Prelog system or RS system of specifying configurations. The system widely used nowadays to specify configurations is a Cahn-Ingold Prelog system or RS system, where the letters R and S are used to indicate the configuration of chirality center determined on the basis of the order in which different substituents are arranged around the chiral center. Among a pair of enantiomers with one chirality center, one will have R configuration and the other will have S configuration. The notation R stands for rectus, which in Latin word means right, and S stands for sinister, which in Latin means left. For a molecule containing more than one chirality center in it, the configuration around each chiral center is determined and assigned the R or S notation. അതായത് ഇന്നത്തെ കാലത്ത് കോൺഫിഗറേഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് Cahn-Ingold Prelog സിസ്റ്റം ഓർ RS സിസ്റ്റം. ഈ ആറും എസും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു മോളിക്യൂളിൽ കൈറാൽ സെൻറ്റർ ഉണ്ടാവുമല്ലോ, ആ കൈറാൽ സെൻറ്ററിൻ്റെ കോൺഫിഗറേഷനാണ് ഈ ആർ ആൻഡ് എസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു പെയർ ഓഫ് ഇനാൻഷോമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് വിത്ത് ഒരു കൈറാൽ സെൻറ്റർ ഉള്ള ഒരു പെയർ ഓഫ് ഇനാൻഷോമർ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഇനാൻഷോമറിൻ്റെ ആർ കോൺഫിഗറേഷൻ ആയിരിക്കും, ദ നെക്സ്റ്റ് വൺ എസ് കോൺഫിഗറേഷൻ ആയിരിക്കും. ആർ സ്റ്റാൻഡ്സ് ഫോർ റെക്ടസ്, ഇൻ ലാറ്റിൻ വേർഡ് ഇറ്റ് മീൻസ് റൈറ്റ്, ആൻഡ് എസ് സ്റ്റാൻഡ്സ് ഫോർ സിനിസ്റ്റർ, വിച്ച് ഇൻ ലാറ്റിൻ മീൻസ് ലെഫ്റ്റ്. ഫോർ എ മോളിക്യൂൾ കണ്ടെയ്നിങ് മോർ ദാൻ വൺ കൈറാലിറ്റി സെൻറ്റർ. ഇനി ഒന്നിൽ കൂടുതൽ കൈറാൽ സെൻറ്ററുള്ള മോളിക്യൂൾ ആണെങ്കിൽ ഓരോ കൈറാൽ സെൻറ്ററിനും നമ്മൾ ആർ ആൻഡ് എസ് നൊട്ടേഷൻ കൊടുക്കണം. സോ ഒരു മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ റെപ്രസെൻറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കൈറാൽ സെൻറ്റർ, ഒരു കോമ്പൗണ്ട് എത്ര കൈറാൽ സെൻറ്റർ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഈച്ച് കൈറാൽ സെൻറ്ററിൻ്റെയും കോൺഫിഗറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ആർ ആൻഡ് എസ് നൊട്ടേഷനിന് വേണ്ടി. സോ ഈ പ്രൊസീജിയറിന് ഫോളോയിങ് സ്റ്റെപ്സ് ഉണ്ട്. There are three steps for assigning the R and S configuration, and they are: first one, identification of the chiral center; second one, prioritizing the groups attached to each chiral center; third one is the assignment of R or S notation. So first one നോക്കാം, which is identification of chiral center. അതായത് ഒരു മോളിക്യൂൾ കൈറാൽ സെൻറ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? The chiral centers in the molecule are identified by observing the groups or atoms attached to each carbon atom in a molecule. ഒരു മോളിക്യൂളിലെ കാർബൺ ആറ്റം നോക്കുക. ഈ കാർബൺ ആറ്റത്തിന് ചുറ്റും അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് കൈറാലാണോ, കൈറാൽ സെൻറ്റർ ആണോ അല്ലാന്ന്. ഇപ്പോൾ ഒരു കാർബണിന് ചുറ്റും സിമിലർ ഗ്രൂപ്പ്സാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ അത് കൈറാലാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് തരികയാണെങ്കിൽ അത് കൈറാലാവാനുള്ള ചാൻസ് ഉണ്ട്. സോ കാർബണിന് ചുറ്റും അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ്സിനെ നോക്കിയിട്ടാണ് നമ്മൾ കൈറാൽ സെൻറ്റർ കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, പ്രയോറിറ്റൈസിങ് ദ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ഈച്ച് കൈറാൽ സെൻറ്റർ. ഓരോ കൈറാൽ സെൻറ്ററിനും ചുറ്റുമുള്ള ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഹയർ പ്രയോറിറ്റി, ലോവർ പ്രയോറിറ്റി, അങ്ങനെ ഒരു കാർബണിന് ചുറ്റും 4 ഗ്രൂപ്പ്സാണ് ഉണ്ടാവുക. അപ്പോൾ 1, 2, 3, 4 എന്ന് പ്രയോറിറ്റി കൊടുക്കുകയാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രയോറിറ്റി കൊടുക്കുക? ദേ ആർ ഗിവിങ് ദ പ്രയോറിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് സീക്വൻസ് റൂൾ. അങ്ങനെ ഒരു സീക്വൻസ് റൂൾ അനുസരിച്ചിട്ടാണ് പ്രയോറിറ്റി കൊടുക്കുക. 2 സീക്വൻസ് റൂൾ ഉണ്ട്. ഫസ്റ്റ് വൺ, ദ ഗ്രേറ്റർ ദ അറ്റോമിക് നമ്പർ ഓഫ് ദ ആറ്റം ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദ കൈറാൽ കാർബൺ, higher the priority of that atom or the group of which it is a part. If different isotopes of the same atom are to be considered, the heavier isotope gets a higher priority, and the priorities indicated in the examples shown on the right will illustrate this rule. So first rule എന്താ പറയുന്നത്? ഏത് ഗ്രൂപ്പിനാണോ അറ്റോമിക് നമ്പർ കൂടുതൽ അവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി. അതായത് അറ്റോമിക് നമ്പർ കൂടുതൽ ആർക്കാണോ അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി. അറ്റോമിക് നമ്പർ കുറവുള്ളവർക്ക് പ്രയോറിറ്റിയും അതുപോലെ കുറവായിരിക്കും. ദെൻ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഐസോട്ടോപ്സ് ആണ് ഒരു നമ്മുടെ കൈറാൽ കാർബണിന് ചുറ്റുമെങ്കിൽ ആ 2 ഐസോട്ടോപ്പിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക? ഹെവിയർ മോളാർ മാസ് നമ്പർ ഉള്ള ഗ്രൂപ്പ്, ഹെവിയർ ഐസോട്ടോപ്പിനെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. അറ്റോമിക് നമ്പർ കൂടുതലുള്ളതിന് കൂടുതൽ പ്രയോറിറ്റി. കൺസിഡർ 1 ബ്രോമോ 1 ക്ലോറോ ഈത്തേൻ. അതിൻ്റെ ഫിഷർ പ്രൊജക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൈറാൽ കാർബണിന് ചുറ്റും 4 ഗ്രൂപ്പ്സ് ഉണ്ട്. അത് CH3, Br, ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. ഈ 4 ഗ്രൂപ്പിൽ കൂടുതൽ അറ്റോമിക് നമ്പർ കൂടുതലുള്ള ആർക്കാണ്? ബ്രോമിൻ. സോ ഇറ്റ് ഈസ് ഗിവൺ ദ ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ കംസ് ക്ലോറിൻ. പിന്നെ അതിന് തൊട്ട് താഴെയുള്ള അറ്റോമിക് നമ്പറാണ് ക്ലോറിൻ.
സോ അതിന് നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്നു. ദെൻ CH3 ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. നമ്മൾ എങ്ങനെ ഗ്രൂപ്പ്സ് നോക്കുക? ഈ കൈറാൽ കാർബണായിട്ട് ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്യുക. സോ ബ്രോമിൻ ഫസ്റ്റ് പ്രയോറിറ്റി, ക്ലോറിൻ ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ ഒരു കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഹൈഡ്രജനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാർബൺ അറ്റോമിക് നമ്പറാണ് ഹൈഡ്രജനേക്കാളും കൂടുതൽ. സോ ഇറ്റ് ഈസ് ഗിവൺ ദ പ്രയോറിറ്റി 3 ആൻഡ് ഹൈഡ്രജൻ ഈസ് ഗിവൺ ദ പ്രയോറിറ്റി 4. സോ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വന്നു. ഹയർ അറ്റോമിക് നമ്പർ ഉള്ളതിന് ഹയർ പ്രയോറിറ്റി. ദെൻ അടുത്ത എക്സാമ്പിൾ നോക്കുക. 1 ഡ്യൂട്രോ പ്രൊപ്പാൻ 1 ഓൾ. സോ ഈ കൈറാൽ കാർബണിന് ചുറ്റുമുള്ളത് ആരൊക്കെയാണ്? CH2, CH3, OH, ഹൈഡ്രജൻ ആൻഡ് D, ദാറ്റ് ഈസ് ഡ്യൂട്ടീരിയം. സോ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? കൂടുതൽ അറ്റോമിക് നമ്പർ ഉള്ളത് ഓക്സിജൻ ആണ്. സോ ഇറ്റ് ഈസ് ഗിവൺ ദ ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ ഇറ്റ് ഈസ് കാർബൺ. സോ CH2, CH3ക്ക് നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കണം. ദെൻ കമ്പയറിങ് ഡ്യൂട്ടീരിയം ആൻഡ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്സ് ആണ്. അപ്പോൾ അതിൽ ഹെവിയർ മാസ് ഉള്ളതാർക്കാണ്? മാസ് നമ്പർ ഉള്ളതാർക്കാണ്? ഡ്യൂട്ടീരിയം. സോ ഡ്യൂട്ടീരിയത്തിന് നമ്മൾ 3 കൊടുക്കുന്നു, ഹൈഡ്രജന് 4 കൊടുക്കുന്നു. ഇങ്ങനെയാണ് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ റൂൾ 2. If rule 1 fails to decide upon the relative priority of 2 or more groups attached to the chiral carbon, then the rule may be applied by comparing the atomic numbers of the next atom in the group. അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റൂള് പോലെ നമുക്ക് എളുപ്പത്തിൽ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഫസ്റ്റത്തെ റൂൾ എന്താ ചെയ്തത്? നമ്മൾ കൈറാൽ സെൻറ്ററായിട്ട് 4 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡയറക്റ്റായിട്ട് ഏതൊക്കെ ഗ്രൂപ്പിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അവരുടെ അറ്റോമിക് നമ്പർ കമ്പയർ ചെയ്യുക. ഇനി അങ്ങനെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ കൈറാൽ കാർബൺ അറ്റാച്ച് ചെയ്ത 4 ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ള ആറ്റം ഏതാ നോക്കുക, അതിൻ്റെ അറ്റോമിക് നമ്പർ കമ്പയർ ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ക്ലോറോ പ്രൊപ്പാൻ 1 ഓൾ. ഈ ഗ്രൂപ്പിൽ നമുക്കറിയാം ക്ലോറിനാണ് കൂടുതൽ അറ്റോമിക് നമ്പർ. സോ ക്ലോറിന് 1 കൊടുത്തു. ദെൻ നമുക്ക് ഹൈഡ്രജൻ ഉണ്ട്. 2 കൈറാൽ കാർബൺ 2 കാർബണായിട്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രജനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജനാണ് എന്തായാലും 2 കാർബണേക്കാളും കുറവ് മാസ് അറ്റോമിക് നമ്പർ. സോ അത് ഹൈഡ്രജൻ ഈസ് ഗിവൺ 4. ദെൻ നമുക്കിനി അറിയേണ്ടത് CH3യും CH2 OHും തമ്മിൽ ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? രണ്ടും ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അക്കോർഡിംഗ് ടു റൂൾ 2 നമ്മൾ ഈ കാർബണ് തൊട്ടടുത്തുള്ളതിൻ്റെ അറ്റോമിക് നമ്പർ നോക്കുക. CH3യിലാണെങ്കിൽ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 3 ഹൈഡ്രജനാണ്. CH2OH ആണെങ്കിലോ ഈ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 ഹൈഡ്രജനും 1 ഓക്സിജനും 2 ഹൈഡ്രജനും 1 OHും. അപ്പോൾ അവിടുത്തെ CH3 കേസിൽ 3 ഹൈഡ്രജനാണ്, ഇവിടെ H2OH ഉണ്ട്. ഇവിടെ ഓക്സിജന് അറ്റോമിക് നമ്പർ കൂടുതലാണ്. സോ നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി CH2OHന് കൊടുക്കുന്നു, CH3 തേർഡ് പ്രയോറിറ്റി, ദെൻ ഹൈഡ്രജൻ ഫോർത്ത് പ്രയോറിറ്റി. Then we can consider another example, that is 1 bromo propan 2 ol. ഇവിടെ നോക്കുകയാണെങ്കിൽ CH2Br, OH, ഹൈഡ്രജൻ, CH3 4 ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്സിജൻ ആണ് അറ്റോമിക് നമ്പർ കൂടുതലായതുകൊണ്ട് നമ്മൾ ഓക്സിജൻ ഗിവിങ് ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ ദർ ഈസ് CH3 ആൻഡ് CH2Br. ഇപ്പോൾ CH3ൻ്റെ കേസിലാണെങ്കിൽ കാർബൺ 3 ഹൈഡ്രജൻ ആയിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി CH2Br 2 ഹൈഡ്രജനും ഉണ്ട്, 1 ബ്രോമിനും ഉണ്ട്. ഈ ബ്രോമിന് എന്താണ് അറ്റോമിക് നമ്പർ കൂടുതലാണ്. സോ ഇറ്റ് ഈസ് ഗിവൺ ദ ഫസ്റ്റ് ഇറ്റ്സ് ഗിവൺ ദെൻ സെക്കൻഡ് പ്രയോറിറ്റി, ദെൻ CH3ക്ക് തേർഡ് പ്രയോറിറ്റി, ഹൈഡ്രജന് ഫോർത്ത് പ്രയോറിറ്റി. ഇങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഇതാണ് 2 സീക്വൻസ് റൂൾ എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് അനദർ റൂൾ 3. When multiple bonds are present, they are treated as separate single bonds between the atoms concerned. അതായത് മൾട്ടിപ്പിൾ ബോണ്ടാണ്. ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? അവർ സെപ്പറേറ്റ് സിംഗിൾ ബോണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സെപ്പറേറ്റ് സിംഗിൾ ബോണ്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ A ഡബിൾ ബോണ്ട് B ആണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? A സിംഗിൾ ബോണ്ട് B, ദെൻ വേറൊരു A സിംഗിൾ ബോണ്ട് B, അങ്ങനെ 2 എണ്ണമായിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ ഫോർ എക്സാമ്പിൾ A ട്രിപ്പിൾ ബോണ്ട് B ആണെങ്കിൽ നമ്മൾ A സിംഗിൾ ബോണ്ട് ബീനെ 3 ആയിട്ട് കൺസിഡർ ചെയ്യും. 3 AB ബോണ്ട് ഉണ്ട് എന്ന് വിചാരിക്കും. സോ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ നമ്മൾ അത്ര എണ്ണം ഇൻഡിവിജ്വലി നമ്മൾ കൺസിഡർ ചെയ്യും. സെപ്പറേറ്റ് സിംഗിൾ ബോണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ COOH, CHO അങ്ങനെയുള്ള ഗ്രൂപ്പ് വരുമ്പോൾ പ്രയോറിറ്റി എങ്ങനെയായിരിക്കും നോക്കാം. COOH ഗ്രേറ്റർ ദാൻ CHO, ഗ്രേറ്റർ ദാൻ CH2OH. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ COOHൻ്റെ കേസാണെങ്കിൽ C ഡബിൾ ബോണ്ട് O ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ട്സ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ സെപ്പറേറ്റ് സിംഗിൾ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യും. സോ ഇവിടെ C ഡബിൾ ബോണ്ടോ, C സിംഗിൾ ബോണ്ടോ, C സിംഗിൾ ബോണ്ടോ 2 ഓക്സിജൻ വരും. ഈ C ഡബിൾ ബോണ്ട് Oയിൽ
ഓക്സിജൻ എന്തെങ്കിലും നമ്മൾ രണ്ടെണ്ണമായി കൺസിഡർ ചെയ്യും. സോ 2 ഓക്സിജൻ പ്ലസ് OHലെ ഹൈഡ്രജൻ കൂടെ 3 ഓക്സിജൻ ഉണ്ട്. ദെൻ CHOയിലാണെങ്കിലോ 2 ഓക്സിജനും 1 ഹൈഡ്രജനാണ് ഉള്ളത്. CH2OHലാണെങ്കിൽ 1 ഹൈഡ്രജനാണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് അറ്റോമിക് നമ്പർ കൂടുതൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് നമുക്ക് നോക്കാം. 2-methyl pent1Y. സോ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കും? ഈ കൈറാൽ സെൻറ്റർ 3 കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് CH3, ഒന്ന് CH2CH3, ഒന്ന് C∼CH. സോ C∼CH എന്ന് പറഞ്ഞാൽ ഈ 3 ബോണ്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? സിംഗിൾ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യും. സോ അത്രയും അറ്റോമിക് നമ്പർ അവിടെയാണ് കൂടുതൽ. സോ C∼CH ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ CH2CH3, ദെൻ CH3. നെക്സ്റ്റ് എക്സാമ്പിൾ ഗ്ലിസറാൾഡിഹൈഡ്. അതെങ്ങനെയാണ് കൊടുക്കുക പ്രയോറിറ്റി? ഇവിടെ CHO ഗ്രൂപ്പ് ഉണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട്, CH2OH ഉണ്ട്, H ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്? ഫസ്റ്റ് റൂൾ നോക്കുക. കൈറാൽ കാർബൺ ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിൽ അറ്റോമിക് നമ്പർ കൂടുതൽ ആർക്കാണ്? സോ അത് ഓക്സിജനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ ദെൻ CHOയും ഉണ്ട്, CH2OHും ഉണ്ട്. CHO എന്ന് പറയുമ്പോൾ അവിടെ C ഡബിൾ ബോണ്ട് O ആണ്. സോ ഈ 2 ബോണ്ട് നമ്മൾ സെപ്പറേറ്റ് സിംഗിൾ ബോണ്ടായി കൺസിഡർ ചെയ്യുമ്പോൾ അതിനായിരിക്കും അറ്റോമിക് നമ്പർ കൂടുതൽ. ദെൻ CH2OH, H. ഇങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, സോ ഒന്നും കൂടെ സമ്മപ്പ് ചെയ്യാം. നമ്മൾ ഒരു കോമ്പൗണ്ടിന് R&S നൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് റൂൾ 3 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റാണ് കൈറാൽ സെൻറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കാർബണിന് ചുറ്റുമുള്ള ഗ്രൂപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ സെക്കൻഡ് വൺ പ്രയോറിറ്റി കൊടുക്കുക. തേർഡ് വൺ R&S നൊട്ടേഷൻ കൊടുക്കുക. സോ റൂൾസ് എന്തൊക്കെയാണ്? 2 സീക്വൻസ് റൂൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ കാർബണിന് ചുറ്റുമുള്ള ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അതിൽ അറ്റോമിക് നമ്പർ കൂടുതലുള്ള ഗ്രൂപ്പിനാണ് ഹയർ പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ ഒരേ ആറ്റത്തിൻ്റെ 2 ഐസോട്ടോപ്സ് ആണെങ്കിൽ ആ ഐസോട്ടോപ്പിൽ ഹെവിയർ മാസ് ഏതിനാണോ അതിനായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ദെൻ സീക്വൻസ് റൂൾ 2 എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ റൂൾ 1 പ്രകാരം നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കൈറാൽ കാർബണിന് ചുറ്റും ഡയറക്റ്റായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കൈറാൽ കാർബണിന് ചുറ്റും ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിൻ്റെയാണ് അറ്റോമിക് നമ്പർ നോക്കിയത്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡയറക്റ്റായിട്ടുള്ള ബോണ്ട് ചെയ്ത ആറ്റത്തിൻ്റെ തൊട്ടടുത്ത ഗ്രൂപ്പിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ നോക്കും. അങ്ങനെ അതിൻ്റെ അറ്റോമിക് നമ്പർ കൺസിഡർ ചെയ്ത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ റൂൾ 3 പറയുന്നത് മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ അത്ര നമ്പർ ഓഫ് സിംഗിൾ ബോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യും. പ്രയോറിറ്റി ഓർഡർ കൊടുത്തിട്ടുണ്ട് COOH ഗ്രേറ്റർ ദാൻ CHO ഗ്രേറ്റർ ദാൻ CH2OH. ദെൻ തേർഡ് സ്റ്റെപ്പ് ഇസ് അസൈൻമെൻറ്റ് ഓഫ് R&S നൊട്ടേഷൻ. R&S നൊട്ടേഷൻ എങ്ങനെ കൊടുക്കുക? So first we will discuss about perspective formula. So after assigning the priorities of group around the carbon atom in accordance with the sequence rule, the molecule is viewed in such a manner that the group of lowest priority is directed away from us. We view the perspective formula of the molecule in such a way that lowest priority group is attached by a dashed line and it is kept away on the far side from our eye. ഇനി പ്രയോറിറ്റീസൊക്കെ കൊടുത്താൽ നമുക്ക് അടുത്തത് R&S നൊട്ടേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് കൂടുതലുള്ള കേസിലും ഹൈഡ്രജൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഏത് കോമ്പൗണ്ട് എടുത്താലും ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് എപ്പോഴും ഒബ്സർവറിൻ്റെ എവേ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എവേ ഫ്രം ദ ഒബ്സർവർ. ആ ഒരു കണ്ടീഷൻ നമ്മൾ നോട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ R&S നൊട്ടേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ദ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഷുഡ് ബി അവേ ഫ്രം ദ ഒബ്സർവർ. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സ്പെക്റ്റീവ് ഫോർമുലയാണ്. ഈ പേഴ്സ്പെക്റ്റീവ് ഫോർമുലയിൽ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഒബ്സർവറിൻ്റെ എവേ ആവണമെങ്കിൽ ആ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഡാഷ്ഡ് ലൈൻ വെച്ചിട്ടായിരിക്കണം കാണിക്കുന്നത്. ആ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഷുഡ് ബി അറ്റാച്ച്ഡ് ബൈ എ ഡാഷ്ഡ് ലൈൻ ഓർ എ ഹാച്ച്ഡ് വെഡ്ജ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഒബ്സർവറിൻ്റെ എവേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പ്രയോറിറ്റി ഓർഡർ കൊടുത്തു, ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കി. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ 1, 2, 3, 4 എഴുതിയതിൻ്റെ പാത്ത് നമ്മൾ ജസ്റ്റ് ആരോ കൊണ്ടിങ്ങനെ മാർക്ക് ചെയ്യുക. 1 to 2, 2 to 3, 1 to 2, 2 to 3 നോക്കിയാൽ മതി. ഈ പോകുന്ന ഓർഡർ ഏത് ഡയറക്ഷനാണെന്ന് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വി വിൽ ഗീവ് ഇറ്റ് കോൺഫിഗറേഷൻ R. ഇഫ് ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ വി ഗീവ് ദ കോൺഫിഗറേഷൻ S. അതായത് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം ആ 1 to 2 and 2 to 3 ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ R എന്ന് കൊടുക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ S എന്ന് കൊടുക്കും. സോ
You will be thorough about this concept by taking the examples. So first example നോക്കുക, ലാക്റ്റിക് ആസിഡിൻ്റെ. ഇവിടെ കൈറൽ കാർബണിന് ചുറ്റുള്ള ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? OH, COOH, CH3 ആൻഡ് ഹൈഡ്രോജൻ. സോ OH ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, COOH സെക്കൻഡ് പ്രയോറിറ്റി ആൻഡ് CH3 തേർഡ് പ്രയോറിറ്റി. ആൻഡ് our fourth priority group is indicated by the dashed line. So it is away from the observer. On drawing the arrows, we get an clockwise direction. So we will give R configuration. So it is R lactic acid. Then next figure, the arrow is turning into the anti-clockwise direction. So it is S lactic acid. Then glyceraldehyde is taken as another example. Here OH is having first priority because of its high atomic number. Then CHO is given the second priority because there is C double bond O. So this multiple bond is treated as single separate bond as from the rule 3. Then third priority is given to CH2OH. Last priority is for hydrogen and it is represented by dashed line. And the arrow marks show a clockwise direction, so it is R. And the next compound we get anti-clockwise direction, so it is S configuration. So we have discussed about the perspective formula. Now we are moving into Fischer projection formula. അപ്പോൾ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല റെപ്രസെൻ്റ് ചെയ്തിട്ട് നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. കൈറൽ സെൻറ്ററിന് ചുറ്റുമുള്ള ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുക്കുക. പ്രയോറിറ്റി കൊടുത്തിട്ട് ഹാരോ മാർക്ക് യൂസ് ചെയ്തിട്ട് ഏത് ഡയറക്ഷൻ എന്ന് നോക്കുക. ദെൻ ഇവിടെ രണ്ട് സബ് ഡിവിഷൻസ് ഉണ്ട്. അതായത് ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഈസ് ഓൺ എ വെർട്ടിക്കൽ ബോണ്ട്. നമ്മളവിടെ ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ഡാഷ്ഡ് ലൈൻ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു. എങ്കിൽ മാത്രമേ ഇറ്റ് വിൽ ബി അവേ ഫ്രം ദ ഒബ്സർവർ. ഇൻ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല നമുക്ക് നോക്കാം. ഇപ്പോൾ ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കൽ ബോണ്ടിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു വെർട്ടിക്കൽ ബോണ്ടിലാണെങ്കിൽ ഇറ്റ് ഈസ് അവേ ഫ്രം ദ ഒബ്സർവർ തന്നെയാണ്. സോ പ്രയോറിറ്റി കൊടുക്കുന്നു, ആരോ മാർക്ക് യൂസ് ചെയ്യുന്നു, ഡയറക്ഷൻ നോട്ട് ചെയ്യുന്നു, അതുപോലെ കോൺഫിഗറേഷൻ നോട്ട് ചെയ്യുന്നു. അപ്പോൾ 2 Chloro-Propan 1 ഉണ്ട്. ഫസ്റ്റ് ഫിഗറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ S കൊടുക്കുന്നു. നെക്സ്റ്റ് ഫിഗറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് R കൊടുക്കുന്നു. ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കലിലാണ്. സെക്കൻഡ് സബ് ഡിവിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ ബോണ്ടിലാണ്. ഹൊറിസോണ്ടൽ ബോണ്ടിലാണെങ്കിൽ ഇറ്റ് ഈസ് ടുവേർഡ്സ് ഒബ്സർവർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഈ ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പിനെ നമുക്ക് പ്രയോറിറ്റി ഗ്രൂപ്പ് ഷുഡ് ബി അവേ ഫ്രം ദ ഒബ്സർവർ ആക്കണം. അതിനൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഇൻ്റർചേഞ്ച് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ പ്ലസ് ഗ്ലിസറാൾഡിഹൈഡ്. ഇവിടെ ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ ബോണ്ടിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഹൊറിസോണ്ടൽ ബോണ്ടിലുള്ളതിന് വെർട്ടിക്കൽ ബോണ്ടിലാണെങ്കിൽ പ്രശ്നം തീരും. സോ നമ്മൾ ഹൈഡ്രജനെയും CH2OHനെയും ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്ട്രക്ചർ കിട്ടും. അപ്പോൾ രണ്ട് ഗ്രൂപ്പിനെ മാത്രം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ മൊത്തം കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി ബാക്കിയുള്ള രണ്ട് ഗ്രൂപ്പിനെയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യും. സോ വി ആർ ഇൻ്റർചേഞ്ചിങ് ദ OH ആൻഡ് CHO. അപ്പോൾ എന്നിട്ട് നമ്മൾ പ്രയോറിറ്റി നോക്കി അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ ഇറ്റ് ഈസ് R ഗ്ലിസറാൾഡിഹൈഡ്. ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഇതുപോലെ വെർട്ടിക്കൽ ബോണ്ടിൽ ഹൊറിസോണ്ടൽ ബോണ്ടിലാണ് ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ അതിനെ നമ്മൾ വെർട്ടിക്കലിലാക്കണം. സോ നമ്മൾ ലൈക്ക് ദ കേസ് എബവ് OH ആൻഡ് CH2OHനെ ഇൻ്റർചേഞ്ച് ചെയ്യും, Hനെയും CHOനെ ഇൻ്റർചേഞ്ച് ചെയ്യും, ആരോ മാർക്ക് വരച്ച് നോക്കും. ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് S4. സോ വെർട്ടിക്കൽ ബോണ്ടിലാണെങ്കിൽ ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ സെയിം പ്രൊസീജിയറാണ്. ആരോ മാർക്ക് വരയ്ക്കുക, കോൺഫിഗറേഷൻ എഴുതാം. ബട്ട് ഇറ്റ് ഈസ് ഇൻ ഹൊറിസോണ്ടൽ ബോണ്ട് നമ്മൾ രണ്ട് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ബട്ട് ദർ ഈസ് എ ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ സെയിം നമ്മൾ എന്ത് ചെയ്യും? പ്രയോറിറ്റി കൊടുക്കും. പ്രയോറിറ്റി കൊടുത്തിട്ട് ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണെന്ന് നോക്കും. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കലിലാണെങ്കിൽ ദർ ഈസ് നോ ചേഞ്ച്, കോൺഫിഗറേഷൻ കൊടുക്കുക. ഹൊറിസോണ്ടൽ ബോണ്ടിലാണെങ്കിൽ അങ്ങനെ തന്നെ അത് ഏത് നൊട്ടേഷനാണ് വരുന്നത് എന്ന് നോക്കുക. ഹൊറിസോണ്ടലിലാണെങ്കിലും ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട, ഏത് ഡയറക്ഷനാണ് എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഏതാണോ കോൺഫിഗറേഷൻ കിട്ടുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കോൺഫിഗറേഷൻ എഴുതാം. ദെൻ വി വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ഫോർ എക്സാമ്പിൾ 2-hydroxypropanol. ഇവിടെ ഇറ്റ് ഈസ് അനദർ എക്സാമ്പിൾ. സോ വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. നമുക്ക് ഈ ഫസ്റ്റ് എക്സാമ്പിൾ പ്ലസ് ഗ്ലിസറാൾഡിഹൈഡ് ഫസ്റ്റ് കേസ് തന്നെ എടുക്കാം.
ഇവിടെ 1 2 3 4 പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഹൈഡ്രജൻ ഹൊറിസോണ്ടലിൽ വന്നതുകൊണ്ടാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. ബിഫോർ ഇൻ്റർചേഞ്ചിങ് അത് ഏത് ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. 1 2 3 ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമുക്ക് എസ് ആണ് കിട്ടുന്നത്. സിൻസ് ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ കോൺഫിഗറേഷൻ വേണ്ട, അതിന് നേരെ ഓപ്പോസിറ്റ് എടുക്കാം. എസ് കോൺഫിഗറേഷനാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഇവിടെ ആയതുകൊണ്ട്, ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് വി വിൽ റൈറ്റ് ഇറ്റ് എസ് ആർ. Then in next one 1 2 3 it is R we get R configuration, but since hydrogen lower priority group is on horizontal bond, reverse here we get S configuration. Okay, then in your textbook there are 2 more examples are given. Go through it. Hope you all understand the topic well. If you have any doubt, contact me. Thank you.